ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള JSK അഥവാ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി എന്തൊക്കെയോ ഒരുപാട് വിവാദങ്ങളൊക്കെ ഈ ഒരു സിനിമയെ പറ്റി നടന്നു. ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ എന്തൊക്കെയോ പരാമർശങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇതിൽ പിന്നെ റീസെൻസർ ചെയ്തിട്ട് അവർ ജാനകി എന്ന് പറയുന്ന വാക്കുകളൊക്കെ കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതിലെനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വാദം നടക്കുന്ന സമയത്ത് മാത്രം അതിൽ ജാനകി എന്ന് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പേര് അവർ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അത് ഭയങ്കര കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയേക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൽ സംസാരിക്കുന്നത്. സോ അതുകൊണ്ടായിരിക്കാം അത് മ്യൂട്ട് ചെയ്യാൻ ഉത്തരവുണ്ടായിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ജാനകി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പേര് പറയുന്നതിൽ എവിടെയും റെസ്ട്രിക്ഷൻ ഒന്നും അവർ വെച്ചിട്ടില്ല. കഥ എന്ന് പറയുന്നത് ഒരു കേസിന് ഇരയാകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരുപാട് ഇമോഷണൽ തലത്തിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻസ്, അതിലേക്കൊരു ഋണാവൻ എന്ന് പറയുന്ന ഒരു വക്കീല് കടന്നു വരികയും അവിടെ നിന്നുണ്ടാവുന്ന കുറെ കഥാഗതികളിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഇത് ഇൻസ്പയർഡ് ഫ്രം ട്രൂ സ്റ്റോറി എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ ഞാൻ കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു. എത്രത്തോളം ഇതിൽ ഫിക്ഷനും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇതിനാസ്പദമാകുന്ന യഥാർത്ഥ സംഭവത്തിനെ കുറിച്ചിട്ടും ഞാൻ അങ്ങനെ അവെയർ ആയിട്ടുള്ളൊരു കേസും കാര്യങ്ങളൊന്നുമല്ല. സോ അതിന് പിന്നാലെ ഞാൻ പോയിട്ടില്ല. കാരണം ഈ ഒരു സിനിമ ഫ്രഷ് ആയിട്ട് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ പോയി കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു വന്നിട്ട് ഈ ഒരു സിനിമയെ സമീപിച്ചതിന് നമുക്ക് ചിലപ്പോൾ ഒരു പ്രഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കേസും കാര്യങ്ങളെ കുറിച്ചൊന്നും അവെയർ ആവാതിരുന്നത്. സോ എന്തായാലും ഈ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് സുരേഷ് ഗോപി ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം വക്കീൽ കൂട്ടിട്ട് വരുന്ന ഒരു സിനിമയാണ് JSK എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ചിന്താമണി കൊലക്കേസിലെ വിരാടിയാർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ശേഷം വരുന്ന ഒരു വക്കീൽ കഥാപാത്രം. രണ്ടും രണ്ടറ്റത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. വിരാടിയാർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫയർ ബ്രാൻഡ് ഡയലോഗുകൾ കൊണ്ടൊക്കെ തകർത്താടുന്ന ആക്ഷൻ സീക്വൻസുകൾ കൊണ്ട് അച്ചാരം പുച്ചാരം ഓടി നടക്കുന്ന ഒരു ക്യാരക്ടറും, ഇതിനകത്ത് ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണെന്നും കൂടി അറിയുന്ന സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപിയുടെ ഒരു കിടലിനൊരു ഡയലോഗ് ഈ ഒരു സിനിമയ്ക്കകത്ത് MLA സംസാരിക്കുന്ന സമയത്ത്, അതായത് പടത്തിന്റെ ഫസ്റ്റ് ഹാഫിലൊരു 10-20 മിനിറ്റിന് ശേഷം വരുന്നൊരു ഡയലോഗാണ്. നമ്മുടെ കമ്മീഷണറിലുള്ള പോലെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും വെട്ടി വിഴുങ്ങി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അതിൻ്റെ ഒരു 70% നീതി പുലർത്തിയിട്ടുള്ള, അതിനോട് കിടപിടിക്കുന്ന തരത്തിലൊരു ഡയലോഗ്, ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗ് ഇതിനകത്തുണ്ട്. ഒരു റൂമിനകത്ത് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് വരുന്നൊരു ഡയലോഗ്, അത് അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് വർക്കൗട്ടായി. അതുപോലെ തന്നെ ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്ന കുറച്ച് പരാമർശങ്ങളും കാര്യങ്ങളും, അതായത് അവരുടെ അനാസ്ഥകളും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നതും അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് വർക്കായി. അതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നു പോകുന്ന ചില സീക്വൻസുകളൊക്കെ അത്യാവശ്യം ഒരു ഹൈ മൊമെന്റ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഇതിൽ സുരേഷ് ഗോപിക്ക് ആകപ്പാടെ ഒരു 10-15 സീക്വൻസുകളാണ് ആകപ്പാടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഫസ്റ്റത്തെ ആ ഒരു സീക്വൻസുകൾ കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറിനൊക്കെ ശേഷമാണ് എനിക്ക് തോന്നണത് കേട്ടോ. എനിക്ക് അത്ര ലെങ്ത് ഒക്കെ ഫീൽ ചെയ്തു. അത്രയൊക്കെ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും മൂപ്പര് സ്ക്രീനിലേക്ക് വരുന്നത്. പക്ഷെ എന്നാൽ പടത്തില് മൊത്തത്തിലെ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് സുരേഷ് ഗോപി കൊടുത്തിട്ട്. അതുപോലെ തന്നെ അനുപമയുടെ കഥാപാത്രം അത്യാവശ്യം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ജാനകി എന്ന് പറയുന്ന കഥാപാത്രം അവർ അത്യാവശ്യം നല്ല രീതിക്ക് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ, ആ ഒരു ഇരയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആലോചിക്കുന്ന സീക്വൻസുകളും, ആ ഒരു ട്രോമ സിറ്റുവേഷനൊക്കെ അവർ അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് തന്നെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പോലീസ് കഥാപാത്രം നമ്മളിതിന് മുന്നേ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. മാത്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു പോലീസ് കഥാപാത്രം വരുന്നുണ്ട്. എനിക്ക് ആ ആളുടെ ഫസ്റ്റ് സീക്വൻസിനകത്ത് ചില ലിപ്സിങ്ക് ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫിറോസ് എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലിയുടെ അനിയനാണെന്ന് തോന്നുന്നു. ആളും എനിക്ക് ആദ്യത്തെ ഒരു 1-2 സീക്വൻസുകൾ അങ്ങനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടിയെന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ പോകെ അത്യാവശ്യം കണ്ട് നമുക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയില്ല, അതുപോലത്തെ ഒരു തരത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് ആളും അത് പുൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീരെ പറ്റാണ്ട് പോയത് സുരേഷ് ഗോപിയുടെ എൻ്റെ മോനായിട്ടുള്ള മാധവിൻ്റെ പെർഫോമൻസ് തീരെ എനിക്ക് വർക്കായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വർക്കായില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്, പക്ഷേ മൂപ്പരത് പുൾ ഓഫ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു ആക്ഷൻ സീക്വൻസ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അതെനിക്ക് തോന്നുന്നു ഒരു മാസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയറ്റി കൊടുത്തിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആയിട്ടാണ് ഒരു ഏച്ച് കെട്ടലാണ് എനിക്ക് പേഴ്സണലി ആ ഒരു ആക്ഷൻ സീക്വൻസ് ഫീൽ ചെയ്തത്. ആ ഒരു കൊടുത്തിട്ടുള്ള ആക്ഷൻ സീക്വൻസിനകത്ത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ചെയ്തതും വലിയ ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല. ഫുള്ള് സ്ലോ മോഷനിൽ പോയിട്ട് വെറുതെ തട്ടും മുട്ടും മാത്രമായിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. വെറുതെ ഇത് റോബോട്ട് എടുത്തെറിയുന്നതാണെന്നും ഒരു തരത്തിലും കണ്ടിന്യൂഷൻ ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കണ്ടവർക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ആക്ഷൻ സീക്വൻസിൽ മാത്രം വരുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ താടി വെച്ച് കെട്ടിയ പോലത്തെ ഒരു താടി, അതൊക്കെ വല്ലാത്തൊരു മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയപ്പോൾ അത് റീഷൂട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ കോർട്ടിൽ വരുന്ന സമയത്തൊക്കെ എസ് ജിയുടെ ആ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെർഫോമൻസും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഞാൻ നേരത്തെ ആ പറഞ്ഞ ഡയലോഗിന് ശേഷം ലാസ്റ്റ് ഒരു സിറ്റുവേഷനകത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബുക്ക് പിടിച്ചുകൊണ്ട് ഇത് എത്ര സാധാരണ ജനങ്ങളുടെ വീട്ടിലുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ? ആരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊരു 1, 2, 3 ഡയലോഗുകളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് വർക്കൗട്ടായി. പക്ഷെ അതർ ദാൻ കുറേ ഇങ്ങനെ വലിപ്പിച്ച് ഈ ഒരു ട്രോമ കാണിച്ച് അങ്ങനത്തെ പോകുന്നൊരു സിറ്റുവേഷൻ വളരെയധികം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കേരള ഗവൺമെന്റിനെ നല്ല രീതിക്ക് കൊട്ടുന്ന കൊട്ടലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണാനുള്ള എൻ്റെ ഒരു കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന് ഞാൻ പറയും. കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ജിബ്രാനാണ്. ജിബ്രാന്റെ ആ തുടക്കത്തിലൊരു സ്കോറൊക്കെ ഉണ്ട്, റൈസ് ഓൺ ഫയർ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ആ പാട്ടിന്റെ പേര്. അത് അത്യാവശ്യം നല്ല കിടുവായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് വരുന്ന ആനിമേഷൻ പരിപാടി അതും നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കടന്നു വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രസമായിരുന്നു. അത് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏത് സിനിമയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് കാണുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു മൈൻഡ്. തിയേറ്ററിൽ നിന്ന് വർത്താവുക എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സംഭവം മാത്രമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ടൈറ്റിൽ കാർഡ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ഒരുപാട് സുരേഷ് ഗോപി വേഷങ്ങളൊക്കെ പാടെ സെറ്റപ്പ് ആക്കിയിട്ട് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കാർഡ് ഈ ഒരു സിനിമയ്ക്കകത്ത് അതിപ്പോൾ ട്രെൻഡാണല്ലോ, എല്ലാവർക്കും ഉള്ള പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആസ് യൂഷ്വൽ ഒരു ആവറേജ് സിനിമ എന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഈ ഒരു സിനിമ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എന്നാൽ 1, 2 സാധനങ്ങൾ നമുക്ക് സിനിമ പറഞ്ഞു തരുന്നുമുണ്ട്. സോ എന്നെ സംബന്ധിച്ചൊരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എപ്പോഴെങ്കിലൊക്കെ ഒരു സിനിമയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ മാത്രമേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളെ സംബന്ധിച്ച് അവർക്കൊക്കെ വേണമെങ്കിൽ ഒരു തവണ തിയേറ്ററിൽ നിന്ന് കണ്ടു മറക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഈ ഒരു സിനിമ തോന്നിയിട്ടുള്ളൂ. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.